കൊണ്ടിരിക്കുകയാണ്. രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം 8 പതിറ്റാണ്ട് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി ഒരു ഗവൺമെന്റും ഫെഡറൽ സിസ്റ്റത്തിലൂടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമെല്ലാം തന്നെ ഘട്ടം ഘട്ടമായി രൂപീകൃതമായി ഇങ്ങനെ 80 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ കശാപ്പ് ചെയ്ത ജനാധിപത്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വളർത്തുകയുണ്ടായി. ഇന്ത്യയുടെ വിവിധ നടന്നതെല്ലാം തന്നെ നാം പത്രമാധ്യമങ്ങളിലൂടെ വളരെ കുറച്ചാണെങ്കിലും നാം കാണുകയുണ്ടായി. പക്ഷേ നടന്നതിന്റെ ഒരു 10% വാർത്തകൾ പോലും ബിജെപിക്കും നരേന്ദ്രമോദിക്കും വോട്ട് കൊടുക്കുകയാണ്. അവർ പറഞ്ഞതെല്ലാം തന്നെ ഈ നാട്ടിൽ നടപ്പിലാക്കുമെന്നുള്ള വലിയ വിശ്വാസത്തിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം തന്നെ അന്ന് കേട്ടതാണ്. നാടിനെ സംരക്ഷിച്ചല്ലേ യുവജന പ്രസ്ഥാനം ഏറ്റെടുക്കാൻ ജാതിയുടെയും ഭാഷയുടെയും പ്രദേശത്തിന്റെയും പേരിൽ മനുഷ്യർക്കിടയിൽ വേർതിരിവും വിദ്വേഷവും സൃഷ്ടിക്കുന്ന മതേതരത്വത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് പ്രവണത അവകാശവും അന്തസ്സും മാനിച്ച് ജീവിതാന്ത്യം വരെ നിലകൊള്ളുമെന്നും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ND എന്ന് പറയുന്ന ഒരു സംവിധാനം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയത്. അതായത് NDA ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ പരീക്ഷകളുടെ സുതാര്യമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞു. AIVF ഇന്നിവിടെ ഉയർത്തുന്ന മുദ്രാവാക്യമുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തി മാറ്റങ്ങളെല്ലാം അനുദിനമായി ചർച്ച ചെയ്യുകയും അതിലെല്ലാം ഇടപെടുകയും അവർ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ചുള്ള ആശങ്കയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്ന ഈ ക്യാമ്പയിൻ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സംഘടിപ്പിക്കാനായി തീരുമാനിച്ചത്. ഞങ്ങൾ ആദ്യം ആലോചിച്ചത് എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും ഈ പരിപാടി സംഘടിപ്പിക്കണം. മിക്കവാറും ഓഗസ്റ്റ് 15 മണ്ഡലം കേന്ദ്രങ്ങളിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ഈ വരുന്ന സെപ്റ്റംബർ മാസം 1-ാം തീയതി നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഓരോരോ പ്രവർത്തനങ്ങളുമായാണ് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന RSS നിയന്ത്രണത്തിനുള്ള BJP സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിഷയങ്ങളുണ്ട്, CBSE മൂല്യനിർണ്ണയവുമായി ഒട്ടേറെ വിഷയങ്ങളുണ്ട്. രാജ്യത്തെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ